നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. അയ്യപ്പന്റെ സ്വർണം കട്ട സംഭവത്തിൽ വീണ്ടും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കുരുക്കിലാക്കി റിമാൻഡിലുള്ള മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും ചോദ്യം ചെയ്യണം എന്നും അവർക്കും ഇതിൽ കൂട്ട ഉത്തരവാദിത്തമുണ്ട് എന്നൊരു വാദം തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ നൽകിയിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലെ കട്ടളയിലെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയ കേസിൽ 2019 ദേവസ്വം ബോർഡ് 8ാം പ്രതിയാണ്. ബോർഡ് തീരുമാനപ്രകാരമാണ് എല്ലാ കാരണങ്ങളും നടന്നതെന്നൊക്കെ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് ഈ അംഗങ്ങൾ കൊഴിഞ്ഞു മാറാനാകില്ല എന്ന് കഴിയുന്ന നിലപാടിലാണ് ഇപ്പോൾ പത്മകുമാർ തന്റെ ജാമ്യാപേക്ഷയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇതിനു മുമ്പ് അവരുടെ മൊഴി എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പത്മകുമാർ വ്യക്തമാക്കുന്നത്. ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും D സുധീഷ് കുമാർ എന്നിവരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നത്. അതായത് കട്ടിള പൊതിഞ്ഞ സ്വർണ്ണപ്പാളി എന്നല്ല, പിച്ചളപ്പാളി എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിലെ പിച്ചളയാണ് പത്മകുമാർ പച്ച മഷി കൊണ്ട് വെട്ടി ചെമ്പെന്ന് എഴുതി ചേർത്തത്. എന്നാൽ ഇതിലൊന്നും പങ്കില്ല എന്നാണ് ശങ്കർദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം രണ്ടുപേരും ബോർഡ് തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെന്ന് രേഖാമൂലം അറിയിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല എന്ന വാദത്തിന് സാധുത ഇവിടെ കുറയുകയാണ്. എതിർക്കാതിരുന്നത് ക്രമക്കേടിന് കൂട്ടുനിന്നതിന് തുല്യമായി തന്നെയാണ് വരുന്നത്. റിപ്പോർട്ടിൽ ചെമ്പ് എന്നെഴുതി ചേർത്തതിനെയും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ന്യായീകരിക്കുന്നുണ്ട്. അതായത് അടിസ്ഥാന ലോകം ചെമ്പായതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തു എന്നതാണ് പത്മകുമാറിന്റെ വാദം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണ ഉത്തരവാദിത്തം പത്മകുമാറിന് തന്നെയെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് അംഗങ്ങളും എത്തുകയാണ്. അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്ന് N വിജയകുമാറും KP ശങ്കർദാസും വ്യക്തമാക്കുകയാണ്. ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെന്നും എല്ലാത്തിന്റെയും പിന്നിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആണെന്നും നേരത്തെ തന്നെ ഇവർ മൊഴി നൽകിയിരുന്നു. ഇതേ മൊഴി ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴും. കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണക്കൊള്ളയിലെ നടപടികൾ എല്ലാം തന്നെ ബോർഡ് അംഗങ്ങളുടെ കൂട്ടായ തീരുമാനത്തോടെയായിരുന്നു എന്ന് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് അന്നത്തെ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചോദ്യം ചെയ്യൽ തങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ പങ്കില്ല എന്നും എല്ലാ ഉത്തരവാദിത്വവും പത്മകുമാറിന്റേതാണ് എന്ന് തന്നെയായിരുന്നു ഇരുവരും ആവർത്തിച്ചു പറഞ്ഞത്. അതേസമയം കട്ടിളപ്പാളിയിലെ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം അജണ്ട നോട്ടീസിൽ ചെമ്പ് പാളികൾ എന്ന പത്മകുമാർ തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തതായിട്ട് തന്നെയാണ് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് തേടേ ന്യൂസ്.